സൗദി അറേബ്യയിൽ ഇഖാമ കാലാവധി അവസാനിച്ച വിദേശികൾക്ക് ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ എംബസികളുടെ അനുമതി നിർബന്ധം. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം ഫൈനൽ എക്സിറ്റ് ലഭിക്കില്ലെന്ന് മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എംബസികളുടെ അനുമതി ആവശ്യമില്ലെന്നും മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നും നേരത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വ്യാജ വാർത്ത കേട്ട നിരവധി പേർ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇഖാമ പാസ്പോർട്ട് കോപ്പികൾ അറ്റാച്ച് ചെയ്ത് ഫൈനൽ എക്സിറ്റിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ എംബസികളിൽ നിന്ന് പ്രത്യേക അപേക്ഷാ ഫോം അറ്റസ്റ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യണമെന്ന് ഇത്തരം അപേക്ഷകരോട് മന്ത്രാലയം തിരിച്ച് ഇമെയിൽ വഴി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇത് സംബന്ധിച്ച് എംബസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുള്ള സൗകര്യവും മന്ത്രാലയം വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഇഖാമ കാലാവധി അവസാനിച്ചവർക്ക് സ്പോൺസർമാർ ഫൈനൽ എക്സിറ്റ് നൽകിയിട്ടില്ലെങ്കിൽ എംബസിയുടെ വെബ്സൈറ്റിൽ അപേക്ഷ നൽകിയാൽ മതിയായിരുന്നു. എംബസി തന്നെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിൽ നിന്ന് നടപടികൾ പൂർത്തിയാക്കി ഫൈനൽ എക്സിറ്റ് അടിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ എംബസിയിൽ നിന്ന് വ്യക്തിയുടെ പേരിൽ ലഭിക്കുന്ന സാക്ഷ്യപത്രവും ഇഖാമ പാസ്പോർട്ട് കോപ്പികളും വ്യക്തികൾ നേരിട്ട് സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ആദ്യം അപേക്ഷ നൽകണം. ശേഷം മന്ത്രാലയത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കണം. പിന്നീടാണ് ഫൈനൽ എക്സിറ്റ് ലഭിക്കുക. അഥവാ നേരത്തെയുള്ളതിന് വിഭിന്നമായി ഇപ്പോൾ എംബസിയിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക സാക്ഷ്യപത്രം കൂടി അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. നഫാദ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ചാണ് ഫൈനൽ എക്സിറ്റിനുള്ള അനുമതി തേടേണ്ടത്. പ്രവാസികൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യാജ വാർത്തകളിൽ വിശ്വസിച്ച് സമയവും സമ്പത്തും നഷ്ടപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.